ഹായ് ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് ടു മാർക്കറ്റ് വേവ്സ്. നിഫ്റ്റിയുടെ ഡെയിലി അനാലിസിസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ 22,217 എന്ന ലെവലിൽ ക്ലോസ് ചെയ്തിരുന്ന നിഫ്റ്റി ഇന്ന് ഒരു പ്ലസ് 73 പോയിന്റിന്റെ ഗ്യാപ്പ് അപ്പോടുകൂടി 22,290 എന്ന ലെവലിലാണ് ഓപ്പൺ ചെയ്തത്. എന്നാൽ 22,297 എന്ന ഹൈ രേഖപ്പെടുത്തിയതിനു ശേഷം 22,186 എന്ന ലെവലിലോട്ട് ടെസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. ആകെ 111 പോയിന്റ് മൂവ്മെന്റ് തന്ന നിഫ്റ്റി ഇന്നലത്തെ ക്ലോസിങ്ങിനെ അപേക്ഷിച്ച് ഇന്ന് ഒരു 24 പോയിന്റ് മൈനസിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്നലത്തെ ട്രേഡിംഗ് പ്ലാൻ നമുക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞു എന്ന് നമുക്ക് നോക്കാം. സ്ക്രീനിൽ കാണുന്നത് പോലെ 22,253 എന്ന ലെവലിൽ ഗ്രീൻ ലൈൻ സ്റ്റോപ്പ് ലോസ് ഫോർ സെൽ, അതുപോലെ തന്നെ 22,148 എന്ന ലെവലിൽ റെഡ് ലൈൻ സ്റ്റോപ്പ് ലോസ് ഫോർ ബൈ എന്നിങ്ങനെയാണ് നമ്മൾ രേഖപ്പെടുത്തിയിരുന്നത്. അതിനിടയിൽ ബ്ലാക്ക് ലൈനുകളും ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകി ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് നൽകുകയാണെങ്കിൽ അപ്വേർഡ് ഡയറക്ഷനിലും തിരിച്ചാണെങ്കിൽ ഡൗൺവേർഡ് ഡയറക്ഷനിലും ട്രേഡ് ചെയ്യും. റെസ്പെക്റ്റീവ് ടാർഗറ്റുകൾ നമ്മൾ രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇന്ന് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് നമുക്ക് ലഭിച്ചത്. നമ്മൾ ഗ്രീൻ ലൈൻ ഭേദിക്കുകയാണെങ്കിൽ ലഭിച്ചേക്കുമെന്ന് രേഖപ്പെടുത്തിയിരുന്ന ആദ്യത്തെ ടാർഗറ്റിന്റെ മുകളിൽ തന്നെയാണ് ഓപ്പൺ ചെയ്തത്. എന്നാൽ ആദ്യത്തെ 5 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആകുമ്പോൾ തന്നെ അതൊരു ഡോജി ക്യാൻഡിൽ അഥവാ ഒരു സെല്ലിംഗ് പ്രഷർ കാണിക്കുന്ന ക്യാൻഡിലായിരുന്നു നമുക്ക് നൽകിയിരുന്നത്. തുടർന്ന് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ ഡൗൺവേർഡ് മൂവ് ചെയ്തു. അപ്പോൾ ഒരു അപ്വേർഡ് ഡയറക്ഷൻ കിട്ടിയപ്പോൾ നമ്മൾ വീണ്ടും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ കാണിക്കുന്നു എന്ന തോന്നലിൽ നമ്മൾ എൻ്റർ ചെയ്ത് ഡേയ്സ് ഹൈ ഓർ തൊട്ടുമുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി നൽകിയവർക്ക് മാത്രം കൃത്യമായും വീണ്ടും ടാർഗറ്റ് അതുവരെയുള്ള രേഖപ്പെടുത്തിയ ലോ എന്ന ലെവലിലേക്ക് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ഇവിടെ മാർക്കറ്റ് കൺഫ്യൂസ്ഡ് ആയിട്ടാണ് നിന്നിരുന്നത്. അതുകൊണ്ട് പലപ്പോഴും ട്രേഡ് നമ്മൾക്കും കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവാം. കൃത്യമായി നമ്മൾ പറയാറുള്ള പാറ്റേണിൽ ട്രേഡ് ചെയ്യുമ്പോൾ നമ്മൾക്ക് പ്രോഫിറ്റ് ആണ്, സ്റ്റോപ്പ് ലോസ് അധികമാണ് എങ്കിൽ പോലും. എന്നാൽ ഇവിടെ നിന്നും പ്രൈസ് ഒരു അപ്വേർഡ് ഡയറക്ഷൻ കാണിക്കുന്നു എന്ന് കരുതി വീണ്ടും ഡൗൺ സൈഡിൽ എത്തുമ്പോൾ ഒരു ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ നൽകിയേക്കും എന്ന പ്രതീക്ഷയിൽ നമ്മൾ ഇവിടെ എൻ്റർ ആവുകയും ഈ ഏരിയയിൽ അഡ്വാൻസ് ട്രേഡിംഗ് പൊസിഷൻ റെഡി ആവുന്നതിന് മുമ്പേ ട്രേഡ് ചെയ്തവർക്ക് ഈ സ്റ്റോപ്പ് ലോസ് നൽകിക്കൊണ്ട് ഇവിടെ എൻ്റർ ആയ ആർക്കും തന്നെ ഇത് സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടുണ്ട്. എന്നാൽ തുടർന്ന് മാർക്കറ്റ് ഒരു കൺസോളിഡേഷൻ മൂവ്മെന്റിലാണ് പോയിക്കൊണ്ടിരുന്നത്. ഇവിടെയൊന്നും വ്യക്തമായ ട്രേഡുകൾ ലഭിച്ചിരുന്നില്ല എന്ന് വേണം പറയാൻ. അപ്പോൾ സാധാരണയായി നമുക്കെല്ലാവർക്കും പറ്റാറുള്ള ഒരു പിഴവ് ഇവിടെ നിങ്ങൾക്ക് ബോധ്യമാകുമെന്ന് കരുതുന്നു. വീണ്ടും അതുവരെ നൽകിയ ലോയ്ക്ക് താഴെ ക്യാൻഡിൽ വരികയും ക്ലോസ് ആവുകയും ചെയ്തതുകൊണ്ട് വീണ്ടും ഒരു അപ്വേർഡ് മൂവ്മെന്റ് കിട്ടുമ്പോൾ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ കാണിക്കുകയാണെങ്കിൽ ഒരു PE ഓപ്ഷൻ ബൈ ചെയ്ത് അതുവരെ രണ്ടാമതായി ലഭിച്ച ഉയരം നമ്മൾ ആദ്യമായി എൻ്റർ ചെയ്ത് അതിന് തൊട്ട് മുകളിലുള്ള ഡേയ്സ് ഹൈ സ്റ്റോപ്പ് ലോസ് നൽകി അഥവാ അതിന് തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് സോൺ സ്റ്റോപ്പ് ലോസ് നൽകി. അപ്പോൾ നമ്മൾക്ക് ടാർഗറ്റ് ലഭിച്ചു. നമ്മൾ പേഷ്യൻ്റോടെ വെറുതെ ക്ഷമയോടെ കാത്തു നിൽക്കണം. അപ്പോൾ വീണ്ടും ഒരു എൻട്രിക്കുള്ള അവസരം പ്രൈസ് ലെവൽ നമ്മൾക്ക് തരുന്നതാണ്. അങ്ങനെ നമ്മൾ ഇവിടെ എൻ്റർ ചെയ്തു എങ്കിൽ സ്റ്റോപ്പ് ലോസ് ഈ ലെവൽ കൊടുക്കുന്നു. വീണ്ടും അതുവരെ നൽകിയ ലോ ടാർഗറ്റായി പ്രതീക്ഷിക്കുന്നു. അതിന് തൊട്ട് താഴെ ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണ് എങ്കിൽ തുടർന്ന് വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു അപ്പ് മൂവിൽ ചെറിയ ടൈം ഫ്രെയിമിൽ ഉള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ കാണിക്കുമ്പോൾ മാത്രം എൻ്റർ ചെയ്ത് വീണ്ടും അതിന് തൊട്ട് മുകളിലുള്ള ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി നൽകുന്നു. ആ രീതിക്ക് ട്രേഡ് ചെയ്തിരുന്നെങ്കിൽ എല്ലാവർക്കും പ്രോഫിറ്റ് തന്നെയായിരുന്നു. എന്നാൽ നമ്മളുടെ സൈക്കോളജി അഥവാ നമ്മൾ വേഗം ട്രേഡിൽ കയറാൻ വേണ്ടി ഒരു ട്രേഡ് ഫിനിഷ് ചെയ്തു ഉടനെ തന്നെ ട്രേഡിൽ എൻ്റർ ആവണമെന്ന ചിന്തയിൽ ട്രേഡ് ചെയ്ത ആർക്കും തന്നെ ഇന്ന് ലോസ് ഉണ്ടായിട്ടുണ്ടാവാം. പ്രത്യേകിച്ചും ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് നെക്സ്റ്റ് വീക്കിന്റെ ഓപ്പണിംഗ് ആണ്. പ്രീമിയം എല്ലാം ഹൈ റേറ്റിലായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് സാധാരണ എല്ലാവരും തന്നെ ചെറിയ പ്രൈസിലുള്ള ഓപ്ഷൻ ചൂസ് ചെയ്തേക്കാം. അപ്പോഴും ഈ കൺസോളിഡേഷൻ വരുമ്പോൾ നമ്മൾക്ക് ലോസ് സംഭവിക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ. നമ്മുടെ ലോസ് സൈഡ് സ്റ്റോപ്പ് ലോസ് നമ്മൾ എവിടെ ഫിറ്റ് ചെയ്തായിരുന്നാലും
ഒരു ഓപ്ഷന്റെ റേറ്റ് നോക്കി അതേപോലെ തന്നെ ക്യാൻഡിലുകളുടെ ലെവൽ നോക്കി നിഫ്റ്റിയിൽ സ്റ്റോപ്പ് ലോസ് കൊടുക്കുന്നത് പോലെ അതേ ലെവലിലുള്ള ക്യാൻഡിൽ പാറ്റേണിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് കൊടുക്കുമ്പോൾ സ്റ്റോപ്പ് ലോസ് ഹിറ്റിനുള്ള സാധ്യത ഒരു കൺസോളിഡേഷൻ മാർക്കറ്റിൽ വളരെയധികം കൂടുതലാണ്. ഞാൻ എപ്പോഴും നിഫ്റ്റിയുടെ ലെവലുകൾക്കാണ് സ്റ്റോപ്പ് ലോസ് കൊടുക്കുക. ആ തരത്തിൽ ശ്രമിക്കുന്നവർക്ക് കുറച്ചുകൂടി ഗുണകരമായിരിക്കുമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇങ്ങനെ PE ഓപ്ഷൻ ബൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഡേയ്സ് ഹൈ സ്റ്റോപ്പ് ലോസ് നൽകുക എന്ന് കമന്റ് ബോക്സിൽ ഒരാൾ സംശയം ചോദിച്ചിരുന്നത് കൊണ്ടാണ് ഇത് ഇത്രയും നീട്ടി പറയേണ്ടി വന്നത്. ക്ഷമിക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ട്രേഡിംഗ് ലെവൽ നമ്മൾക്ക് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് നൽകിയതുകൊണ്ട് നമ്മൾ ഇന്നലെ പ്ലാൻ ചെയ്തതുപോലെയല്ല, എന്നാൽ നമ്മളുടെ പതിവ് രീതിയിൽ തന്നെ ട്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ പോസിറ്റീവിൽ തന്നെയാണ് എല്ലാവരും. ആ രീതിക്ക് മനസ്സിലായിട്ടുണ്ട് എങ്കിൽ നമ്മുടെ വ്യൂവേഴ്സിൽ ഒരു 10% പേർക്കെങ്കിലും ഈ കുറഞ്ഞ സമയങ്ങൾക്കുള്ളിൽ തന്നെ അവരുടെ ട്രേഡിംഗ് സ്റ്റൈല് മെച്ചപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണമെങ്കിൽ മാത്രമേ എനിക്ക് എന്താണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത്, നിങ്ങളുടെ സംശയങ്ങൾ എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയൂ. അതുപോലെ തന്നെ വീഡിയോ കാണുമ്പോൾ തീർച്ചയായും ഒരു ബുദ്ധിമുട്ടില്ലാത്ത കാര്യമാണ്, ഒരു ലൈക്ക് രേഖപ്പെടുത്തുകയാണെങ്കിൽ കൂടുതൽ ആൾക്കാരിലോട്ട് നമ്മളുടെ വീഡിയോ ഇതേപോലെ ട്രേഡേഴ്സ് ആയിട്ടുള്ളവരുടെ ഇടയിലോട്ട് നമ്മുടെ വീഡിയോ ചെല്ലാനും കാണാനും സാധ്യത ഉണ്ടായേക്കും. അതൊരു സഹായ സഹകരണമാണ്. സാധ്യമാകുമെങ്കിൽ ചെയ്തു തരിക. ഓക്കെ, അപ്പോൾ ഇന്ന് ഇങ്ങനെ സംഭവിച്ചു. ഇന്ന് തന്ന നമ്മുടെ പ്രൈസ് ലെവലുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നാളെ എന്തായിരിക്കാം നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ എന്നൊന്ന് പരിശോധിച്ച് നോക്കാം. 22,270 എന്ന ലെവലിലാണ് ഗ്രീൻ ലൈൻ സ്റ്റോപ്പ് ലോസ് ഫോർ സെൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ 22,172 എന്ന ലെവലിൽ റെഡ് ലൈനും സ്റ്റോപ്പ് ലോസ് ഫോർ ബൈ. ഇതിനിടയിൽ 22,194, 22,245 എന്ന ലെവലുകളിലായി ബ്ലാക്ക് ലൈനുകൾ, അതായത് പ്രൈമറി സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്. അടുത്ത ട്രേഡിംഗ് ദിനത്തിൽ മാർക്കറ്റ് ഓപ്പൺ ആവുമ്പോൾ പ്രൈസ് ഇതിനിടയിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് നൽകുന്നതെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ 1, 3, 5 മിനിറ്റുകൾക്കിടയിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ ഒരു സെല്ലിംഗ് ഡയറക്ഷനാണ് പ്രൈസ് ആക്ഷൻ പ്രകാരം കാണിക്കുന്നതെങ്കിൽ അതുവരെ നൽകിയ ഉയരം പ്രധാനമായും ഈ ഗ്രീൻ ലൈൻ ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. ആദ്യം പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് റെഡ് ലൈനിന് താഴെ ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ 15 മിനിറ്റ് ക്യാൻഡിലെങ്കിലും ക്ലോസ് ആവുക എന്നുള്ളതാണ്. അതിനുശേഷം അപ്വേർഡ് ലഭിച്ചേക്കാവുന്ന ഒരു മൂവ്മെന്റിൽ വീണ്ടും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ കാണിക്കുന്നു എന്ന് ബോധ്യപ്പെട്ടാൽ ഒരു PE ഓപ്ഷൻ ബൈ ചെയ്ത് അതുവരെ നൽകിയ ഡേയ്സ് ഹൈ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ നൽകിയ ലോ ആണ്. അതിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ പ്രൈസ് ലെവൽ ഡൗൺവേർഡ് ഡയറക്ഷനിൽ ട്രെൻഡ് ഡൗൺവേർഡ് ആണെന്ന് കണക്കാക്കി തുടർന്ന് വീണ്ടും കിട്ടുന്ന അപ്പ് മൂവിൽ പുട്ട് ഓപ്ഷൻ തന്നെ ട്രേഡ് ചെയ്യും. അങ്ങനെയെങ്കിൽ പ്രതീക്ഷിക്കുന്ന ഡൗൺവേർഡ് സൈഡിലുള്ള സപ്പോർട്ട് സോണുകൾ ടാർഗറ്റ് ലെവലുകൾ 22,150, 22,050, 21,985, 945 എന്നീ ലെവലുകളാണ്. എന്നാൽ തിക്ക് ഗ്രീൻ ലൈൻ ബ്ലൂ ലൈനിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ലെവലുകൾ സ്ട്രോങ് സപ്പോർട്ട് സോണുകളായി പ്രവർത്തിച്ചേക്കാം എന്നാണ് പ്രതീക്ഷ. ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ഈ ലെവലിൽ തന്നാൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ ആണ് കാണിക്കുന്നതെങ്കിൽ അതുവരെ നൽകിയ ലോ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് സോൺ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ്, പ്രധാന ടാർഗറ്റ് ലെവൽ എന്ന് പറയുന്നത് റെഡ് ലൈൻ ആണ്. 22,172 എന്ന ലെവൽ തന്നെയായിരിക്കും. എന്നാൽ ഡൗൺവേർഡ് ഡയറക്ഷൻ തന്നെയാണ് ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് നൽകിയതിനു ശേഷം നൽകുന്നതെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അങ്ങനെയാണ് നമ്മൾക്ക് ഒരു കൺവിക്ഷൻ തരുന്നതെങ്കിൽ അതുവരെ നൽകിയ ഉയരം തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. എന്നാൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ 1 മിനിറ്റ് 3 മിനിറ്റ് 5 മിനിറ്റ് ക്യാൻഡിൽ പാറ്റേണുകൾ ഒരു അപ്വേർഡ് ഡയറക്ഷനാണ് പ്രൈസ് ആക്ഷൻ പ്രകാരം നൽകുന്നതെങ്കിൽ അതുവരെ നൽകിയ ലോ തൊട്ട് താഴെയുള്ള 22,172 എന്ന റെഡ് ലൈൻ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഗ്രീൻ ലൈൻ ലെവലാണ്. അത് 22,270 എന്ന ലെവലിലാണ്. അതിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ മാത്രം വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു ഡൗൺ ഡിക്ലൈനിൽ ഒരു കറക്ഷനിൽ
ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ വീണ്ടും അപ്വേർഡ് ഡയറക്ഷൻ തന്നെ മൂവ് ചെയ്യും എന്ന ഇൻഡിക്കേഷനാണ് പ്രൈസ് ആക്ഷൻ പ്രകാരം നൽകുന്നതെങ്കിൽ ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് അതുവരെ നൽകിയ ലോ ഡേയ്സ് ലോ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ നൽകിയ ഉയരം തന്നെയാണ്. അതിനു മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആകുമ്പോൾ പ്രൈസ് ലെവൽ അപ്വേർഡ് ഡയറക്ഷനിലാണ്, ട്രെൻഡ് അപ്വേർഡ് ആണെന്നുള്ള കണക്കുകൂട്ടലിൽ വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടുമ്പോൾ കോൾ ഓപ്ഷൻ വാങ്ങി സ്ട്രിക്റ്റ് ആയ ഡേയ്സ് ലോ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ തന്നെ ട്രേഡ് കണ്ടിന്യൂ ചെയ്യും. അങ്ങനെയെങ്കിൽ പ്രതീക്ഷിക്കുന്ന ടാർഗറ്റുകളാണ് മുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന 22,298, 334, 370 എന്നിങ്ങനെയുള്ളവ. ഇനി ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ ഡൗൺവേർഡ് ഡയറക്ഷൻ നൽകുകയാണ് എങ്കിൽ അതുവരെ നൽകിയ ഉയരം തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് സോൺ സപ്പോർട്ട് സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. 22,270 എന്ന ഗ്രീൻ ലൈന് അതിന് തൊട്ടാഴെയുള്ള ബ്ലാക്ക് ലൈൻ ലെവലുകളായിരിക്കാം ആദ്യം നമുക്ക് ലഭിക്കേണ്ടുന്ന ടാർഗറ്റ്. വീണ്ടും അതേ റിപ്പീറ്റേഷനാണ് വരുന്നതെങ്കിൽ മാത്രം ഡൗൺവേർഡ് ഡയറക്ഷനോട്ട് പ്രതീക്ഷിക്കും. അഥവാ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷനാണ് പ്രൈസ് ആക്ഷൻ പ്രകാരം നൽകുന്നതെങ്കിൽ അതുവരെ നൽകിയ ലോ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് സോൺ സ്റ്റോപ്പ് ലോസ് ആയി പ്രധാനമായി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അടുത്ത ദിവസവും നല്ല മൂവ്മെന്റ് ഉണ്ടാവട്ടെ, നല്ല ട്രേഡിംഗ് അവസരങ്ങൾ എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. തീർച്ചയായും നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. തൽക്കാലം നിർത്തുന്നു. താങ്ക് യു.